കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. കാർഷിക വിപണി ഉത്സവാഘോഷത്തിലേക്ക് സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമത്തിൽ കുരുമുളക്, വെളിച്ചെണ്ണ വിൽപ്പന കനത്തു. റബ്ബർ വിപണിയിൽ തളർച്ച. കാർഷികോൽപ്പന്ന വിപണി ഉത്സവ ദിനങ്ങളുടെ ആലസ്യത്തിൽ. രാജ്യം നവരാത്രി ആഘോഷങ്ങളിലായതിനാൽ പുതിയ വാങ്ങലുകളിൽ നിന്നും ഇടപാടുകാർ പൂർണ്ണമായി വിട്ടുനിന്നു. കാർഷിക മേഖലകളിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള ഉൽപ്പന്ന വരവും ചുരുങ്ങി. ഉൽപാദന മേഖല ആയുധപൂജയ്ക്കൊരുങ്ങിയതിനാൽ ഇനി വിജയദശമിക്ക് ശേഷമേ അവർ വിപണിയിലേക്ക് ശ്രദ്ധ തിരിക്കൂ. തുടർച്ചയായ വിലയിടിവിന് ശേഷം കുരുമുളക് സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഇനി അടുത്ത വാരം മാത്രം പുതിയ ആവശ്യക്കാരെത്തു. അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് 67,500 രൂപയായി. ദീപാവലി പ്രതീക്ഷ ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായ രംഗം നിലനിർത്തി. എന്നാൽ നവരാത്രി വേളയിൽ പ്രതീക്ഷിച്ച ഓർഡറുകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വെളിച്ചെണ്ണ മില്ലുകാർക്കായില്ല. പല വ്യവസായികളും സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ തിരക്കിട്ട നീക്കവും നടത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,400 രൂപയിലും കൊപ്ര 21,700 രൂപയിലും വിപണനം നടന്നു. രാജ്യാന്തര മാർക്കറ്റിൽ റബ്ബർ അവധി വിലകളിൽ തളർച്ച. ഒരാഴ്ച നീളുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ചൈന ഒരുങ്ങുന്നതിനാൽ അവരുടെ സാന്നിധ്യം രാജ്യാന്തര മാർക്കറ്റിൽ തൽക്കാലം പ്രതീക്ഷിക്കാനാവില്ല. ചൈനീസ് വ്യവസായികൾ ഇനി ഒക്ടോബർ 9-ാം തീയതിയോടുകൂടി മാത്രമേ വിപണികളിൽ തിരിച്ചെത്തൂ. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 182 രൂപ, കൊച്ചിയിൽ 4-ാം ഗ്രേഡ് കിലോ 188 രൂപയിലും വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ കാപ്പി വില ഇടിഞ്ഞു. പ്രതിഫലനം കേരളത്തിലും. ആശങ്കയിൽ കർഷകർ. പ്രധാന ഉൽപാദന രാജ്യമായ ബ്രസീലിൽ മികച്ച മഴ ലഭിച്ചതാണ് കാപ്പി വില കുറയാൻ കാരണം. മികച്ച വിളവ് പ്രതീക്ഷിക്കുന്നതോടെ അറബിക്ക, റോബസ്റ്റ കാപ്പി ഫ്യൂച്ചറുകളുടെ വിലയിടിഞ്ഞു. ബ്രസീലിൽ നിന്നുള്ള കാപ്പി ഇറക്കുമതിക്ക് അമേരിക്ക 50% തീരുവ നടപ്പിലാക്കുന്നതിനാൽ അമേരിക്കൻ ഉപഭോക്താക്കൾ പുതിയ കരാറുകൾ ഒഴിവാക്കുകയാണ്. അതേസമയം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന കാലാവസ്ഥാ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ബ്രസീലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് രാജ്യത്ത് വരൾച്ചയ്ക്ക് കാരണമാവുകയും വിളയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ വില ഉയരും. ആഗോള വിലയിലെ ഈ ഇടിവ് കാരണം കേരളത്തിലെ കാപ്പി കർഷകരും ആശങ്കയിലാണ്. 280 രൂപയ്ക്ക് മുകളിൽ പോയ റോബസ്റ്റ കാപ്പിക്കുരുവിന്റെ വില ബ്രസീലിലെ മികച്ച വിളവെടുപ്പ് പ്രതീക്ഷകൾ വന്നതോടെ 200-നും 230 രൂപയ്ക്കും ഇടയിലായി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ റഷ്യ കാർഷിക കരാർ വൈകും. കീടരഹിത മേഖലകളിലെ കൃഷിക്ക് മുൻതൂക്കം നൽകണമെന്ന് റഷ്യ. കാർഷിക മേഖലയിലെ വ്യാപാരത്തിലും വിദ്യാഭ്യാസത്തിലുമുള്ള തടസ്സങ്ങൾ നീക്കി സഹകരണം വികസിപ്പിക്കാൻ ഇന്ത്യയും റഷ്യയും ശ്രമം നടത്തിവരികയാണ്. കരാറുകളിലെ പല പരിഷ്കാരങ്ങളിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാൽ കരാറിലെത്താൻ കാലതാമസമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് കീടരഹിത മേഖല നിശ്ചയിച്ച് കൃഷി ഉറപ്പാക്കണമെന്നാണ് റഷ്യ നിർബന്ധം പിടിക്കുന്നത്. കീടരഹിത മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മാത്രമേ റഷ്യ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ പരിശോധനയിലൂടെ കീടപരിശോധന ഉറപ്പാക്കാമെന്നാണ് ഇന്ത്യയുടെ പക്ഷം. ഉരുളക്കിഴങ്ങ്, മാതള നാരങ്ങ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും ഇന്ത്യക്കുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്സ്യബന്ധനത്തിന്റെ വിദൂര നിരീക്ഷണത്തിനായി ഇന്ത്യ ഈ നിരീക്ഷണ സംവിധാനം ആരംഭിക്കുന്നു. ഫിഷറീസ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. കപ്പലുകളിലെ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സ്റ്റോക്ക് അസസ്മെന്റിനും മാനേജ്മെന്റിനുമുള്ള കൃത്യമായ ശാസ്ത്രീയ ഡാറ്റ ലക്ഷ്യമിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യാ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യയെന്ന് കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി അഭിലക്ഷ് ലിഗി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ലാംഗ് ലൈൻ കപ്പലുകളിൽ നിന്ന് ആരംഭിക്കുന്ന സമുദ്ര മത്സ്യബന്ധനത്തിന്റെ വിദൂര നിരീക്ഷണത്തിനും റെക്കോർഡിംഗിനുമായി ഇന്ത്യ ഓൺബോർഡ് ഇലക്ട്രിക് ഒബ്സർവൈസർ സിസ്റ്റം കൊണ്ടുവരും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായാണ് നിരീക്ഷക സംവിധാനം നടപ്പിലാക്കുന്നത്. തത്സമയ നിരീക്ഷണത്തിനായി ഏകദേശം 36,000 മത്സ്യബന്ധന കപ്പലുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞു. ട്യൂണ പോലുള്ള മത്സ്യങ്ങൾ, പെലാജിക് സ്രാവുകൾ എന്നിവ ഉയർന്ന ദേശാടന സ്വഭാവമുള്ളവയാണ്. ഡേറ്റാ ശേഖരണത്തിലും മാനേജ്മെന്റിലും പ്രാദേശികവും അന്തർദേശീയവുമായ സഹകരണത്തിനായി ഇന്ത്യ കൈകോർക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലിഗി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്നതിനൊപ്പം രാജ്യം മത്സ്യബന്ധനത്തിന്റെ ദീർഘകാല സുസ്ഥിരതയ്ക്കായി നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 184, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു
220. കൊക്കോ പരിപ്പ് 380. കുരുമുളക് ഗാർബിൾ 69,500. കുരുമുളക് അൺഗാർബിൾ 67,500. ഏലക്ക 2,380 മുതൽ 2,450 വരെ. വെളിച്ചെണ്ണ 36,400. കൊപ്ര 23,100. ചുക്ക് 24,000. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.